പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ പ്രഭാതത്തിൽ ഹൃദയം നിറഞ്ഞ ആശംസകൾ. ഒരു വൈകുന്നേരം ഞാനൊരു ഓഫീസിലിരിക്കുകയായിരുന്നു. അവിടെ ഒരാളുണ്ടായിരുന്നു. ഫോൺ തുടർച്ചയായി മുഴങ്ങുന്നു, മെയിലുകൾ വരുന്നു, ആളുകൾ ചോദിക്കാൻ വരുന്നു, ഫയലുകൾ മേശപ്പുറത്ത് കൂമ്പാരമായി. അദ്ദേഹം ഒരു മുറിയിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഓടിക്കൊണ്ടിരുന്നു. കാണുന്ന ആരും പറയും, എത്ര തിരക്കുള്ള മനുഷ്യൻ. ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞ് അദ്ദേഹം കസാരയിൽ ഇരുന്നു. ഒരു വലിയ ശ്വാസം വിട്ട് പറഞ്ഞു, ഇന്ന് മുഴുവൻ ദിവസം ഓടി, പക്ഷേ യഥാർത്ഥത്തിൽ എന്താണ് പൂർത്തിയാക്കിയതെന്ന് അറിയില്ല. ആ വാചകം ഇപ്പോഴും എൻ്റെ മനസ്സിൽ നിൽക്കുന്നു. കാരണം നമ്മളിൽ പലർക്കും ഈ അനുഭവമുണ്ട്. രാവിലെ മുതൽ രാത്രി വരെ ഓട്ടം, ഫോൺ, മെസ്സേജുകൾ, മീറ്റിങ്ങുകൾ, യാത്ര, ചെറിയ ചെറിയ ജോലികൾ, ക്ഷീണം. പക്ഷേ ദിവസം അവസാനിക്കുമ്പോൾ ഒരു ചോദ്യം ഉയരും, ഇന്ന് ഞാൻ തിരക്കിലായിരുന്നോ? അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ഉപകാരപ്രദമായ എന്തെങ്കിലും ചെയ്തോ? ഈ രണ്ടിനും വലിയ വ്യത്യാസമുണ്ട്. ഒരു ചായക്കടയിലെ ദൃശ്യം ചിന്തിക്കൂ. ഒരാൾ മേശകൾ തുടയ്ക്കുന്നു, ഗ്ലാസുകൾ മാറ്റുന്നു, ഇടയ്ക്കിടെ അകത്തും പുറത്തും നടക്കുന്നു. അവൻ എപ്പോഴും ചലനത്തിലാണ്. മറ്റൊരാൾ ശാന്തമായി ഓർഡറുകൾ ശരിയായി എടുക്കുന്നു, സമയത്ത് ചായ എത്തിക്കുന്നു, കുഴപ്പം വരുമ്പോൾ അത് പരിഹരിക്കുന്നു. ആരാണ് കൂടുതൽ തിരക്കുള്ളത്? ഒരുപക്ഷെ ആദ്യത്തെ ആൾ. ആരാണ് കൂടുതൽ മൂല്യമുള്ളവൻ? പലപ്പോഴും രണ്ടാമത്തെ ആൾ. ചലനം എല്ലായ്പ്പോഴും പുരോഗതിയല്ല. നമ്മുടെ കാലത്തിൻ്റെ ഒരു വലിയ പ്രശ്നം ഇതാണ്. നാം തിരക്കിനെ ബഹുമാനത്തിൻ്റെ അടയാളമാക്കി. എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ പലരും അഭിമാനത്തോടെ പറയും, ഭയങ്കര തിരക്കാണ്. തിരക്കില്ലെങ്കിൽ നമ്മൾ പ്രാധാന്യമില്ലാത്തവരാണെന്ന് തോന്നുന്ന അവസ്ഥയിലേക്ക് ചിലപ്പോൾ നാം എത്തുന്നു. പക്ഷെ പ്രകൃതി നമ്മെ വേറെ ഒന്നാണ് പഠിപ്പിക്കുന്നത്. ഒരു വൃക്ഷത്തെ നോക്കൂ, അത് ഓടുന്നില്ല, ശബ്ദമുണ്ടാക്കുന്നില്ല, ഞാൻ എത്ര ജോലി ചെയ്യുന്നു എന്ന് പ്രഖ്യാപിക്കുന്നില്ല. പക്ഷെ അത് നിഴൽ നൽകുന്നു, ഓക്സിജൻ നൽകുന്നു, പഴം നൽകുന്നു, ആശ്രയം നൽകുന്നു. അത് തിരക്കിലാണെന്ന് തോന്നില്ല, പക്ഷെ അത്യന്തം ഉപകാരപ്രദമാണ്. എനിക്കറിയാവുന്ന ഒരു ഡോക്ടറുണ്ട്. ആശുപത്രി വളരെ തിരക്കേറിയതാണ്. പക്ഷെ അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നത് രോഗികളുടെ എണ്ണം മാത്രമല്ല. പ്രായാധിക്യമുള്ള ഒരു രോഗി ഭയന്നിരിക്കുമ്പോൾ അദ്ദേഹം 2 മിനിറ്റ് അധികം ചെലവഴിച്ച് വിശദീകരിക്കും. ഒരു കുടുംബം ആശയക്കുഴപ്പത്തിലായിരിക്കുമ്പോൾ അദ്ദേഹം വ്യക്തമായി സംസാരിക്കും. ഒരു രോഗിക്ക് കേൾക്കുന്ന ഒരാൾ വേണമെങ്കിൽ അദ്ദേഹം കേൾക്കും. ആ 2 മിനിറ്റ് അദ്ദേഹത്തെ കൂടുതൽ ബിസിയാക്കണമെന്നില്ല, പക്ഷെ അത് അദ്ദേഹത്തെ കൂടുതൽ യൂസ്ഫുൾ ആക്കുന്നുണ്ട്. നമ്മുടെ പ്രവൃത്തികൾ ഉപകാരപ്രദമാണോ എന്നത് പലപ്പോഴും അളക്കാൻ ബുദ്ധിമുട്ടുള്ളതാണ്. ഒരു അധ്യാപകൻ പാഠപുസ്തകം തീർക്കാം, അത് ജോലി. പക്ഷേ ഒരു വിദ്യാർത്ഥിയിൽ ആത്മവിശ്വാസം ഉണർത്തുക, അത് സ്വാധീനം. ഒരു മാനേജർ 100 മെയിലുകൾക്ക് മറുപടി നൽകാം, അത് പ്രവർത്തനം. പക്ഷേ ടീമിലെ ഒരാശയക്കുഴപ്പം നീക്കുക, അത് മൂല്യം. ഒരു പിതാവ് വീട്ടിൽ മുഴുവൻ ഓടി നടക്കാം, അത് തിരക്ക്. പക്ഷെ കുട്ടി സംസാരിക്കുമ്പോൾ 5 മിനിറ്റ് മുഴുവൻ ശ്രദ്ധ നൽകുക, അത് ഉപകാരപ്രദമായ സാന്നിധ്യം. ഞാൻ ഒരിക്കൽ ഒരു മുതിർന്ന വ്യവസായിയോട് ചോദിച്ചു, വിജയത്തിൻ്റെ ഏറ്റവും വലിയ പാഠം എന്താണ്? അദ്ദേഹം പറഞ്ഞു, ചെയ്യേണ്ട കാര്യങ്ങളുടെ എണ്ണം കുറയ്ക്കാൻ പഠിക്കൂ, പക്ഷെ ചെയ്യുന്ന കാര്യങ്ങളുടെ പ്രാധാന്യം കൂട്ടൂ. ആദ്യം അത് പരസ്പര വിരുദ്ധമായി തോന്നി. നാം സാധാരണ കൂടുതൽ ചെയ്യുന്നതാണ് മികച്ചത് എന്ന് കരുതും. പക്ഷേ ഒരു ഉദാഹരണം നോക്കാം. ഒരു ദിവസം നിങ്ങൾ 50 ചെറിയ കാര്യങ്ങൾ ചെയ്തു. പലതും അടിയന്തരമെന്ന് തോന്നിയവ. മറ്റൊരു ദിവസം നിങ്ങൾ 3 കാര്യങ്ങൾ മാത്രം ചെയ്തു. പക്ഷെ അവ ഒരു പ്രശ്നം പരിഹരിച്ചു, ഒരു ബന്ധം മെച്ചപ്പെടുത്തി, ഒരു തീരുമാനത്തെ മുന്നോട്ട് നയിച്ചു. ഏത് ദിവസമാണ് കൂടുതൽ മൂല്യമുള്ളത്? ക്ഷീണം നോക്കിയാൽ ആദ്യ ദിവസം, ഫലം നോക്കിയാൽ രണ്ടാമത്തെ ദിവസം. ഇതാണ് വ്യത്യാസം. തിരക്കുള്ളവർ പലപ്പോഴും സമയം ഏതെങ്കിലും തരത്തിൽ വിനിയോഗിക്കുന്നു, പക്ഷെ മൂല്യമുള്ളവർ അത് കാര്യക്ഷമമായി വിനിയോഗിക്കുന്നു. നമ്മുടെ മൊബൈൽ ഫോൺ പോലും ഇത് കാണിച്ചു തരും. 1 മണിക്കൂർ നോട്ടിഫിക്കേഷനുകൾക്ക് മറുപടി നൽകാം, അല്ലെങ്കിൽ അതേ മണിക്കൂറിൽ ഒരു പ്രധാന ജോലിയെ പൂർത്തിയാക്കാം. രണ്ടും സമയമെടുക്കും, പക്ഷെ ഫലം ഒരുപോലെയല്ല. ജീവിതത്തിലും ചിലർ വളരെ വളരെ തിരക്കുള്ളവരായി കാണപ്പെടും, മറ്റുള്ളവർ വളരെ മൂല്യമുള്ളവരായിരിക്കും. ഇവിടെ ഒരു പ്രധാന ചോദ്യമുണ്ട്. ഞാൻ ദിവസം മുഴുവൻ എന്താണ് അളക്കുന്നത്? എൻ്റെ ചലനമോ എൻ്റെ സംഭാവനയോ?
കാരണം തിരക്ക് ചിലപ്പോൾ ഒരു മറയാകാം. പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാറ്റിവെക്കാൻ, കഠിനമായ തീരുമാനങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ, നിശബ്ദമായി ചിന്തിക്കുന്നത് ഒഴിവാക്കാൻ. നമ്മുടെ പ്രവൃത്തികളിൽ ശരിയായ മൂല്യം കൊണ്ടുവരാൻ പലപ്പോഴും വ്യക്തത വേണം. ഇത് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ആരെങ്കിലും സഹായിക്കുന്നുണ്ടോ? ഇത് പ്രശ്നം പരിഹരിക്കുന്നുണ്ടോ? ഇത് ദീർഘകാലത്തിൽ മൂല്യം സൃഷ്ടിക്കുന്നുണ്ടോ? ഞാനിപ്പോൾ ചെയ്യുന്ന കാര്യം ചെയ്യേണ്ട ഏറ്റവും പ്രധാന കാര്യമാണോ? ഈ ചോദ്യങ്ങൾ അസ്വസ്ഥമാക്കാം, പക്ഷേ അവ ജീവിതത്തെ കൂടുതൽ അർത്ഥവത്താക്കും. ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് തിരക്കില്ലാതെ ജീവിക്കൂ എന്ന് പറയുന്നില്ല. ജീവിതത്തിൽ ഉത്തരവാദിത്വങ്ങൾ ഉണ്ടാകും, ജോലിയുണ്ടാകും, ഓട്ടമുണ്ടാകും. പക്ഷെ ഒരു ചെറിയ മാറ്റം മാത്രം നിർദ്ദേശിക്കാം. ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുൻപ് എത്ര തിരക്കുണ്ടായിരുന്നു എന്ന് ചോദിക്കുന്നതിന് പകരം ഇന്ന് ഞാൻ ആർക്കാണ് യഥാർത്ഥത്തിൽ ഉപകാരപ്പെട്ടത് എന്ന് ചോദിക്കൂ. ഒരുപക്ഷെ ഉത്തരങ്ങൾ ഇങ്ങനെയായിരിക്കും: ഒരു സഹപ്രവർത്തകൻ്റെ ആശയക്കുഴപ്പം നീക്കി, ഒരു കുട്ടിയുടെ കഥ മുഴുവൻ കേട്ടു, ഒരു രോഗിയെ ആശ്വസിപ്പിച്ചു, ഒരു സുഹൃത്തിന് സമയത്ത് ഫോൺ ചെയ്തു, ഒരു ജോലി ശരിയായി പൂർത്തിയാക്കി. അവ സോഷ്യൽ മീഡിയയിൽ വലിയതായി തോന്നണമെന്നില്ല, പക്ഷെ അവയാണ് ജീവിതത്തിൻ്റെ യഥാർത്ഥ മൂല്യം. കാരണം ദിവസം അവസാനിക്കുമ്പോൾ ലോകം നമ്മൾ എത്ര ഓടി എന്നോർക്കില്ല, നമ്മുടെ സാന്നിധ്യം കൊണ്ട് എന്താണ് മെച്ചപ്പെട്ടത് എന്നതാണ് ആളുകൾ ഓർക്കുക. അതുകൊണ്ട് നമുക്ക് തിരക്കുള്ളവരാകുന്നതിൽ മാത്രം അഭിമാനം കണ്ടെത്താതെ പ്രവൃത്തികളിൽ മൂല്യം കണ്ടെത്തുന്നവരാകുന്നതിൽ അർത്ഥം കണ്ടെത്താം. നന്ദി. നിങ്ങളുടെ ഇന്നത്തെ ദിവസം നിറവുള്ളതാകട്ടെ. ജോലികളാൽ മാത്രമല്ല, യഥാർത്ഥ മൂല്യവും മനുഷ്യർക്കുള്ള ഉപകാരവും കൊണ്ട്.